എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിയിൽ. എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിയിൽ. ഏഴകളിൽ ഭാരം നിത്യം ചുമക്കുന്നതാ, ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുമേ. ഏഴകളിൽ ഭാരം നിത്യം ചുമക്കുന്നതാ, ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുമേ. നാവു പോരാ വർണ്ണിച്ചിടാൻ നന്മയോരോന്നും, നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നിറയുന്നപ്പാ. നാവു പോരാ വർണ്ണിച്ചിടാൻ നന്മയോരോന്നും, നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നിറയുന്നപ്പാ. എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിയിൽ. എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിയിൽ. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദനം. നമ്മളിപ്പോൾ കേട്ട പാട്ടിൻ്റെ വരികൾ പോലെ നമ്മുടെ ദൈവം അനന്യനാണ്, നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ലേഖനകർത്താവ് പറയുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. Jesus Christ is the same yesterday, today and forever. കർത്താവിന് മാറ്റമില്ല, അവൻ്റെ വചനത്തിന് മാറ്റമില്ല. പക്ഷെ അവൻ്റെ വചനം നമ്മളിൽ മാറ്റം വരുത്തും. ദൈവത്തിൻ്റെ വചനത്തെ രൂപാന്തരപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അത് ദൈവത്തിൻ്റെ വായ അരുളി ചെയ്ത സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത വചനമാണ്. പക്ഷേ ആ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തും. ദൈവം അനന്യനാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ മാർത്തയുടെയും അവളുടെ സഹോദരിയായ മറിയയുടെയും ഗ്രാമമായ ബെഥാനിയിൽ ലാസർ എന്ന് പറയുന്ന ഒരുത്തൻ ദീനമായി കിടന്നു എന്ന് ആ അധ്യായത്തിൽ വ്യക്തമാക്കുന്നു. നമുക്കറിയാം, ആ ലാസറിൻ്റെ വീടുമായിട്ട് മാർത്തയോടും മറിയോടും ആ കുടുംബത്തോടുമുള്ള ബന്ധത്തിൽ യേശുവിന് വളരെ ആഴമേറിയ ഒരു സ്നേഹബന്ധമുണ്ട്. പ്രത്യേകിച്ച് ലാസറിനോട് ഒരു സുഹൃത്ത് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ വിവരം അറിയിക്കുമ്പോൾ അവർ പറയുന്നത്, ശിഷ്യന്മാർ പറയുന്നത്, ഗുരു, നിന്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുന്നു. അപ്പോൾ അത്രയും ഒരു സ്നേഹബന്ധം ലാസറിനോടുണ്ട് യേശു കർത്താവിന്. എന്നാൽ ഈ വിവരം യേശുവിനെ അവർ അറിയിച്ചിട്ടും യേശു അവിടെ വരികയോ ഇത്രയും അടുത്ത ബന്ധം ആ കുടുംബത്തോടുണ്ടായിട്ടും വന്ന് പ്രാർത്ഥിക്കുകയോ സൗഖ്യമാക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ യേശു അറിയുന്നത് ലാസറിന്റെ മരണവാർത്തയാണ്. ലാസർ മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഉടനെ യേശു കർത്താവ് പറയുന്നുണ്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാണ് എന്ന്.
അങ്ങനെ യേശു കർത്താവ് ലാസറിൻ്റെ വീട്ടിൽ, മരണം നടന്ന വീട്ടിൽ പോകാൻ തീരുമാനിക്കുന്നു. ഉടനെ ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവെ, നീ ഇപ്പോൾ അവിടെ പോകരുത്, ഇപ്പോൾ തന്നെ യഹൂദന്മാർ നിന്നെ ഉപദ്രവിക്കുവാൻ, നിന്നെ അറ്റാക്ക് ചെയ്യുവാനൊക്കെ തീരുമാനിച്ചിരിക്കുകയാണല്ലോ, അവിടേക്ക് കയറുന്നത് ശരിയാകുകയില്ല എന്ന് യേശുവിനോട് ശിഷ്യന്മാർ പറയുന്നുണ്ട്. എന്നാൽ യേശു കർത്താവ് ആ വാക്കുകളൊന്നും കണക്കിലെടുക്കാതെ ആ മരണം നടന്ന വീട്ടിലേക്ക്, താൻ ഏറ്റവും സ്നേഹിച്ച കുടുംബത്തിലേക്ക് പോകുമ്പോൾ മാർത്ത യേശു കർത്താവിനെ വന്ന് എതിരേറ്റിട്ട് പറഞ്ഞൊരു വേർഡുണ്ട്, ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരനായ ലാസർ മരിക്കത്തില്ലായിരുന്നു. സാരമില്ല, എങ്കിലും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞങ്ങൾ അറിയുന്നു. പിന്നെ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കവിടെ വ്യക്തമാകുന്നുണ്ട്, അവളോ അവൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് അത്രേ സംസാരിച്ചത്. നിങ്ങൾ ആ സഹോദരി പറഞ്ഞ വാക്കിനെ ഒന്ന് ശ്രദ്ധിച്ചേ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. 2 പ്രധാനപ്പെട്ട കാര്യമാണ് ആ സഹോദരി പറഞ്ഞത്. കർത്താവേ, ഇന്നലകളിൽ നീ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നെങ്കിൽ, വന്നൊന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുകയില്ലായിരുന്നു. സാരമില്ല, വന്നില്ലല്ലോ, കുഴപ്പമില്ല, വിഷമമില്ല. നാളുകളിൽ, അടുത്ത നാളുകളിൽ, പുനരുത്ഥാന നാളുകളിൽ കാഹളം ധ്വനിക്കും. അപ്പോൾ യേശുവിൻ്റെ ബൈബിൾ ക്ലാസ്സിലൊക്കെ ശരിക്കും പങ്കെടുത്ത ആളാണ് ഈ പറയുന്ന സഹോദരി. അല്ലെങ്കിൽ ഇങ്ങനൊരു വെളിപ്പാട് പുള്ളിക്കാരിക്ക് ഉണ്ടാകുകയില്ല. കല്ലറയിലുള്ളവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുമെന്നും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേൽക്കുന്ന നാഴിക വരുമെന്നൊക്കെയുള്ള കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പ്രവചനങ്ങളുടെ, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ആഴമേറിയ അറിവ് ഈ സഹോദരിക്ക് ഉള്ളതുകൊണ്ടും വെളിപ്പാടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്, സാരയില്ല, എന്ന അടുത്ത നാളുകളിൽ, ആ പുനരുത്ഥാന നാളിൽ എൻ്റെ സഹോദരൻ ഉയർക്കും. അപ്പോൾ ഉടനെ യേശു അവളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അവനെ വെച്ച സ്ഥലം എവിടെയാണ്? ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പാട്ടും പ്രസംഗവും എന്നുള്ള പ്രോഗ്രാം കേൾക്കുന്നവരോട്, ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നവരോട് അറിയിക്കുന്നൊരു സത്യമുണ്ട്. ആ സഹോദരി പറയുന്നു, ഇന്നലകളിൽ നിനക്ക് അത്ഭുതം ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ നീ ചെയ്തില്ല. പക്ഷെ ഞങ്ങൾക്ക് വിഷമമില്ല, നാളുകളിൽ നീ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ യേശു അവളോട് ചോദിച്ചെന്താ? അവനെ വെച്ച സ്ഥലം എവിടെ? അതിനകത്തുനിന്ന് കർത്താവ് നിങ്ങളെ അറിയിക്കുന്നൊരു സത്യമുണ്ട്. ദൈവം നിങ്ങളോട് പറയുന്നു, ഞാൻ ഇന്നലകളുടെ ദൈവം മാത്രമല്ല, ഞാൻ നാളുകളിൽ പ്രവർത്തിക്കുവാൻ പോകുന്ന ദൈവം മാത്രമല്ല, ഞാൻ ഇന്ന്, ഇപ്പോൾ, റൈറ്റ് നൗ, ഇപ്പോൾ അത്ഭുതത്തെ ചെയ്യുന്ന ദൈവമാണ്. ഇപ്പോഴും ഇന്ന് നിന്റെ ജീവിതത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഇത് സാധാരണ ഒരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ അകത്തെ ആത്മമനുഷ്യനിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ട് പറയിക്കുന്ന എനിക്കറിയാം, ഇന്ന്, ഇപ്പോൾ ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ യേശുവിന് കഴിയും. അവൻ അനന്യനാണ്, അവൻ മാറ്റമില്ലാത്തവനാണ്. അവൻ ഇന്നലകളുടെ ദൈവം മാത്രമല്ല, അവൻ ഇന്നലകളിൽ മാത്രം അനന്യനല്ല, അവൻ നാളുകളിൽ മാത്രം അനന്യനല്ല, അവൻ ഇന്നും മാറ്റമില്ലാത്ത അനന്യനായ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് അത്ഭുതം പ്രതീക്ഷിക്കാം, വിടുതൽ പ്രതീക്ഷിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ തന്നെ നിങ്ങളിലും സംഭവിക്കട്ടെ. നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയ, കൈവിട്ടുപോയി എന്ന് നിങ്ങൾ കരുതിയ, ഇനി ഒരിക്കലും അതിനകത്തൊരു വിടുതൽ ഉണ്ടാകില്ലെന്ന് കരുതിയ, ഇനി ഒരിക്കലും ആ സഹോദരനെ, ആ വ്യക്തിയെ കാണുവാൻ കഴിയുകയില്ലെന്നുള്ള നിലകളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, എന്നേക്കുമായി ഇല്ലാതായി പോയിരിക്കുന്നു എന്ന് കരുതി ആശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിങ്ങൾ കാണട്ടെ. എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിയിൽ. എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകടിയിൽ.